അന്ത്യോക്യൻ അതീശകത്വം അത് മുളന്തുരുത്തി സുന്നഹദോസിൽ ആരംഭിച്ചു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ശക്തമായി നിലനിന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് രണ്ടാമൻ തിരുമേനി പത്രോസ്തീയൻ പാത്രിക്കീസ് തിരികെ അന്ത്യോക്യയിൽ പോയതിനു ശേഷം 7 അല്ലെങ്കിൽ 6 ഭദ്രാസനങ്ങളും 7 എന്ന് വേണമെങ്കിൽ പറയാം 7 ഭദ്രാസനങ്ങളെ വിഭജിക്കപ്പെട്ട സഭയുടെ സ്വാതന്ത്ര്യം അത് യഥാർത്ഥത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തായിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ഒരു രക്ഷയുമില്ല എന്ന് വന്ന സമയത്ത് പുലിക്കോട്ട് തിരുമേനി പുണ്യശ്ലോകനായ പത്രോസ്തീയൻ പാത്രിക്കീസ് ബാവയ്ക്ക് അപേക്ഷ അയച്ചു, വന്ന് ഞങ്ങളെ രക്ഷിക്കണം. പറയീസ്വരീസത്തിന് വിയോജിപ്പോലെ ഉണ്ടോ? അങ്ങനെ വന്നിട്ടല്ലേ മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ കയ്യിൽ നിന്ന് മലങ്കര സഭയെ ഒരു പരിന്തിന്റെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്ന അത്ര ശ്രമകരമായിട്ട്, അല്ലെങ്കിൽ ആനയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് തിരിച്ചു വലിച്ചെടുക്കുന്ന പോലെ ആനയുടെ കരിമ്പ് കൊടുത്താൽ തിരിച്ചു കിട്ടും. അതുപോലെ ആനയുടെ കയ്യിൽപ്പെട്ട കരിമ്പ് വലിച്ചെടുക്കുന്ന പോലെ ശ്രമകരമായി മലങ്കര സഭയെ വൈദേശികവൽക്കരണം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ വൽക്കരണത്തിൽ നിന്ന് പത്രോസ് പാത്രിക്കീസ് ബാവ അല്ലേ രക്ഷിച്ചേ? അദ്ദേഹത്തിന്റെ എഫോർട്ട് അല്ലേ? അതിനുശേഷം മലങ്കര സഭയ്ക്ക് ഒരു സുഭദ്രമായ സുശക്തമായ അടിത്തറയും രൂപവും നൽകുവാൻ വേണ്ടിയല്ലേ മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചത്? ആ മുളന്തുരുത്തി സുന്നഹദോസിനെ അല്ലേ അച്ഛൻ ഇപ്പൊ ആക്ഷേപിച്ച് സംസാരിച്ചത്? ലോക മനുഷ്യ ചരിത്രത്തിലെ 100 ചതിയന്മാർ, മനുഷ്യ ചരിത്രത്തിലെ 100 വഞ്ചകന്മാർ അവരെ എടുത്തു വെച്ചാൽ അതിലൊന്ന് വട്ടശ്ശേരിയായിരിക്കും. ഡോണ്ട് ഡൗട്ട് ഇൻ ഇറ്റ്. പത്രോസ് പാത്രിക്കീസ് ബാവ അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കട്ടു തിന്നാനും കൈയിട്ട് വാരാനും ഈ പള്ളികൾ അവശേഷിക്കുമായിരുന്നോ? ഈ സഭകൾ, ഈ പള്ളികൾ സത്യവിശ്വാസത്തിൽ നിലനിൽക്കണം. മലങ്കരയിലെ ആളുകളുടെ ഈ സൂക്കേട് മുഴുവൻ ഭൗതിക സ്വത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് പള്ളിപിടുത്തവും സ്കൂൾ പിടുത്തവും ഒക്കെ ഇവന്മാർ നടത്തുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ അന്ത്യോക്യ സിംഹാസനത്തിലുള്ള വിശ്വാസത്തിൽ എഴുതി വെച്ചാൽ പിന്നെ ഒരു തലവേദനയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് നിലവിളിക്കുമ്പോഴെല്ലാം അവിടുന്ന് ലൈറ്റ് ആംബുലൻസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉടമ്പടി എഴുതി വെക്കാൻ പത്രോസ് പാത്രിക്കീസ് ബാവ പറഞ്ഞില്ല. പത്രോസ് പാത്രിക്കീസ് ബാവ ഇവിടെ 5 സെന്റ് സ്ഥലം വിറ്റ് ആകാശമായിട്ട് പോയോ? ഇവിടുന്ന് എന്തെങ്കിലും വലിച്ചോണ്ട് പോയോ? ഒന്നും വലിച്ചോണ്ട് പോയില്ല. ഒരേ വിശ്വാസത്തിൽ ഈ സഭകൾ പിന്നെയും നിലവിളിക്കുന്ന അങ്ങോട്ടല്ലേ. ഇനി നാളെ വേറൊരു മെത്രാൻ എഴുന്നേറ്റ് വന്ന് ഇത് വലിച്ചോണ്ട് പോകരുത്. അതിനുവേണ്ടിയാണ് പത്രോസ് പാത്രിക്കീസ് ബാവ എഴുതി വെക്കാൻ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞത്. അന്ന് പത്രോസ് പാത്രിക്കീസ് ബാവ പറഞ്ഞ അതേ കാര്യമല്ല പിന്നെ നിങ്ങൾ അനുവർത്തിച്ചത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെ പേരിൽ ഇതെല്ലാം എഴുതി വെപ്പിച്ചത് നിങ്ങൾ ആ കാര്യമല്ല ചെയ്തത്. അതെങ്ങനെ ജസ്റ്റിഫയബിൾ ആകുന്നത്? അന്ന് വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടിയല്ല അദ്ദേഹം നല്ല ഭൗതിക സ്വത്ത് തട്ടിയെടുക്കണം. പക്ഷെ ഇന്ന് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത്? ഇടവകളുടെ സ്വയംഭരണാവകാശത്തിൽ കൈയെടുത്തല്ലേ? അതല്ല നെടുമാവ് പള്ളിക്കാർ കിടന്ന് നിലവിളിക്ക് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ 34 ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്നവരല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? നിങ്ങൾ കിരാതമായ ഒരു പണം തട്ടിപ്പ് സംഘം, അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മന്നാർകുടി സഖ്യം, തിരുട്ട് സംഘം, അതിനപ്പുറത്ത് ഒന്നുമില്ല. അതിനപ്പുറത്ത് ഒരു ഡെക്കറേഷനും ആവശ്യമില്ല. പരിശുദ്ധനായ പത്രോസ് പാത്രിക്കീസ് ബാവയുടെ നാമം അധരത്തിൽ എടുക്കാനുള്ള യോഗ്യത നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കുമില്ല. 6 മാസം ഇംഗ്ലണ്ടിലും 2 വർഷം മലങ്കരയിലും 2.5 വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോയി. ഇവിടെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞു 2.5 വർഷം ഒരു പാത്രിക പദവിയിൽ ഇരിക്കുന്ന ആള് മലങ്കര സഭയെ രക്ഷിച്ച് അതിന്റെ തനിമയിലും സ്വത്വത്തിലും നിലനിർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിലെ 2.5 വർഷം ചെലവഴിച്ചു എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളുടെ മകനെ, എന്റെ മകനെ, നമ്മുടെ ഒരു ക്രൂരം വന്നടാ, ശരി ക്രൂരം വന്ന് നിന്റെ അമ്മയെ റേപ്പ് ചെയ്തിട്ട് പോയടാ, അങ്ങനെയാടാ നീ ഉണ്ടായി, ബന്ധ ചെയ്യാൻ പറ്റും, നീ ഉണ്ടായിപ്പോയി ഇടാ എന്ന് പറഞ്ഞാൽ അയാളല്ലേ നിന്റെ തന്ത? ഇതല്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞ. എന്തൊരു കാര്യം അടുത്ത് പറയുന്ന അറിയോ? ഭയങ്കരമായ കാര്യം. അന്ത്യോക്യൻ അതീശകത്വം അത് മുളന്തുരുത്തി സുന്നഹദോസിൽ ആരംഭിച്ചു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ശക്തമായി നിലനിന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് രണ്ടാമൻ തിരുമേനി പത്രോസ്തീയൻ പാത്രിക്കീസ് തിരികെ അന്ത്യോക്യയിൽ പോയതിനു ശേഷം 7 അല്ലെങ്കിൽ 6 ഭദ്രാസനങ്ങളും 7 എന്ന് വേണമെങ്കിൽ പറയാം 7 ഭദ്രാസനങ്ങളെ വിഭജിക്കപ്പെട്ട സഭയുടെ സ്വാതന്ത്ര്യം അത് യഥാർത്ഥത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തായിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ദിവന്നാസ്യോസ് തിരുമേനിയോടുകൂടെ യഥാർത്ഥത്തിൽ കശീശായി വട്ടശ്ശേരിൽ തിരുമേനിയുമുണ്ട്. അവിടെയും നമ്മൾ വളരെ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. മുളന്തുരുത്തി സുന്നഹദോസിനെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എപ്പോഴും ആക്രമിക്കുന്നത്. മുളന്തുരുത്തി സുന്നഹദോസിനെ ഒന്നായിരുന്ന മലങ്കര സഭയെ വിഭജിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ഇവര് അവതരിപ്പിക്കുന്നത്. മലങ്കര സഭയെ വിവിധ ഭദ്രാസനങ്ങളായിട്ട് തിരിച്ചത് പത്രോസ് പാത്രിക്കീസ് ബാവയാണ്. അത് ഈ വർഗീസ് അച്ഛൻ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ ഈ IOC അഥവാ മെത്രാൻ കക്ഷികളുടെ ചതി എന്താണെന്ന് മനസ്സിലാക്കണം. ഐ ഹാവ് ടു ഷെയർ എ വെരി ഗ്ലാഡ് ന്യൂസ് വിത്ത് യു. ഐ ആം ഗെറ്റിംഗ് മെനി മെസ്സേജസ്. ഞാൻ ഒട്ടും നുണ പറയുന്നു, അതിശയോക്തി പറയുന്നതല്ല. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. നോ ലോങ്ങർ വിഷ് ടു സ്റ്റേ വിത്ത് ദിസ് ലൂട്ടേഴ്സ്, ലയേഴ്സ്, ഡിസീവേഴ്സ്, ദാറ്റ് കൈൻഡ് ഓഫ് മെസ്സേജസ്. പല ആളുകൾ സത്യം മനസ്സിലാക്കുന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നിങ്ങൾ ഒന്നിനാലും കുലുങ്ങാത്തവരും സന്തോഷചിത്തരുമായി ഇരിപ്പീൻ എന്ന പൗലോസ്ലീഹയുടെ പദങ്ങളെ ഞാൻ ശിരസാ വഹിക്കുകയാണ്. ഐ ആം വെരി ഗ്ലാഡ്. പഴി കേട്ടാലും ദുഷ്ടി കേട്ടാലും നിന്ദകളും അപമാനങ്ങളും സൽകീർത്തി ദുഷ്കീർത്തികൾ കൂട്ടുപിറപ്പാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. സോ അത് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് വർഗീസ് അച്ഛന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ, മലങ്കര സഭയെ വിഭജിച്ചെന്ന്. എന്നിട്ട് എന്തേ പത്രോസ് പാത്രിക്കീസ് ബാവ കൊണ്ടുവന്ന
ആ സംവിധാനത്തെ നിങ്ങൾ റിവേഴ്സ് ചെയ്യാന്? ഭദ്രാസനങ്ങൾ വേണ്ടെന്ന് വെക്ക്. ബഹുമാനപ്പെട്ട അച്ഛ, പത്രോസ് പാത്രിക്കീസ് ബാവ മലങ്കര സഭയെ ഭദ്രാസനങ്ങളായി വിഭജിച്ചു. അത് വൃത്തികേടായി പോയെന്നാണല്ലോ അച്ഛൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തേ ഭദ്രാസനങ്ങളായിട്ട് അത് ആ പതിവ് തുടരുന്നത് എന്തിനാണ്? ഭദ്രാസനം വേണ്ട, മാറ്റൂ, നിങ്ങൾ മാറ്റി നോക്കൂ. 34 ഭരണഘടന വട്ടശ്ശേരിയുടെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 34 ഭരണഘടന പത്രോസ് പാത്രിക്കീസ് ബാവ മുളന്തുരുത്തി സുന്നതോസിൽ കൊണ്ടുവന്ന സഭാ നടപടികളെ വിപുലീകരിച്ചെഴുതുകയാണ്. അന്ന് നിഴല് പോലെ ഒരു കശീശയായിട്ട് ഈ വട്ടശ്ശേരി അവിടെ ഉണ്ടായിരുന്നു എന്ന് അച്ഛന്റെ വാക്കുകളിൽ ഇപ്പൊ കേട്ടില്ലേ? വട്ടശ്ശേരി അവിടെ ഉണ്ടായിരുന്നു. മലങ്കര സഭ എന്നല്ല, ലോക ചരിത്രത്തിലെ 100 വഞ്ചകന്മാരുടെ, ലോക ചരിത്രത്തിലെ ദ ഗ്രേറ്റസ്റ്റ് ഡിസീവേഴ്സ് എവർ ലിവ്ഡ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി, 100 ഓഫ് ദം എന്ന് പറഞ്ഞ 100 പേരെ, ലോക മനുഷ്യ ചരിത്രത്തിലെ 100 ചതിയന്മാർ, മനുഷ്യ ചരിത്രത്തിലെ 100 വഞ്ചകന്മാർ, അവരെ എടുത്തു വെച്ചാൽ അതിലൊന്ന് വട്ടശ്ശേരി ആയിരിക്കും. നോ ഡൗട്ട് ഇൻ ഇറ്റ്. സത്യസന്ധമായി ഹ്യൂമൻ ഹിസ്റ്ററി പഠിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ 100 വഞ്ചകന്മാരുടെ പട്ടിക എടുത്താൽ അതിലൊന്ന് ഈ ബഹുമാനപ്പെട്ട വട്ടശ്ശേരി ആയിരിക്കും. യാതൊരു സംശയമില്ല. കാരണം അത്രമാത്രം ചതിയനാണ് അദ്ദേഹം. അത് ഈ അച്ഛന്റെ വാക്കുകളിൽ വ്യക്തമാണ്. നമുക്ക് കേൾക്കാം, അച്ഛൻ പറയുന്നത് കേൾക്കൂ. അന്ത്യോക്യൻ വൈദേശിക ആധിപത്യത്തിന്റെ ക്രൂശിനരികെ എത്രമാത്രം ഞാണിന്മേൽ കളി നടത്തിക്കൊണ്ടാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീയോസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത്. വട്ടശ്ശേരി തിരുമേനി ഒരു ട്രപ്പീസ് കളിക്കാരനായിരുന്നു എന്ന് വർഗീസ് അച്ഛൻ പറയുകയാണ്. ഞാൻ സമ്മതിച്ചു, വളരെ കറക്റ്റാണ് അച്ഛ. അച്ഛനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് ദിവ്യാത്മാവല്ലാതെ വേറൊന്നുമല്ല. അച്ഛന് ഭയങ്കര ദിവ്യാത്മാവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സത്യം പറയാൻ പറ്റത്തില്ല. വട്ടശ്ശേരി ഒരച്ഛനായിരുന്നപ്പോൾ തന്നെ ഞാണിമേക്കളി തുടങ്ങിയിരുന്നെന്നും പത്രോസ് പാത്രിക്കീസ് ബാവയുടെ അടുത്ത് അദ്ദേഹം ഞാണിമേക്കളി നടത്തുകയായിരുന്നെന്നും വർഗീസ് അച്ഛൻ പറയുകയാണ്. നിങ്ങൾ കേട്ടല്ലോ. ഇതിനകത്ത് ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ആസ് ഇറ്റ് ഈസ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമാണ്. പത്രോസ് പാത്രിക്കീസ് ബാവ മുളന്തുരുത്തി സുന്നതോസ് നടത്തിയെങ്കിൽ അത് ചുമ്മാ നടത്തിയല്ലെന്ന് മെത്രാൻ കക്ഷിക്കാർ മനസ്സിലാക്കണം. മലങ്കരയിലെ സഭ ഒന്നടങ്കം ആംഗ്ലിക്കൻ വൽക്കരണത്തിന് അധീനപ്പെട്ടപ്പോൾ മാത്യൂസ് മാർ അത്തനേഷ്യസ് എന്ന പേരിൽ അബ്രഹാം മൽപ്പാന്റെ, മാർത്തോമാ സഭയുടെ സ്ഥാപകനായ അബ്രഹാം മൽപ്പാന്റെ സഹോദരപുത്രനായ മാത്യൂസ് മാർ അത്തനേഷ്യസ് ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്നും തിരുവിതാംകൂർ രാജത്വത്തിൽ നിന്നും അധികാരപത്രം വാങ്ങി മലങ്കരയിലെ മുഴുവൻ പള്ളികളുടെയും അധികാരി താനാണെന്നുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും തിരുവിതാംകൂർ സർക്കാരിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും അധികാരപത്രത്തോടുകൂടെ മലങ്കര സഭയെ കീഴ്പ്പെടുത്തിയ സമയം എന്ന് പറഞ്ഞാൽ നോ ഓപ്ഷൻ ടു എസ്കേപ്പ്, ഒരു രക്ഷയുമില്ല എന്ന് വന്ന സമയത്ത് പുലിക്കോട്ട് തിരുമേനി പുണ്യശ്ലോകനായ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയ്ക്ക് അപേക്ഷ അയച്ചു, വന്ന് ഞങ്ങളെ രക്ഷിക്കണം. വർഗീസ് അച്ഛന് വിയോജിപ്പ് വല്ലതും ഉണ്ടോ? അന്ന് തുർക്കിയിലെ സ്ഥിതി നിങ്ങൾക്കറിയാം. തുർക്കിയിലെ സഭ വളരെ വലിയ പീഡനങ്ങളിലൂടെ പോവാണ്. ഇറാഖിലെ 20,000 യാക്കോബായക്കാർ കൊല്ലപ്പെട്ടു. വലിയ പ്രതിസന്ധികളിലൂടെ സഭ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രതിസന്ധികളെ വകവെക്കാതെ മലങ്കരയിലെ സഭയ്ക്ക് വേണ്ടി പത്രോസ് പാത്രിക്കീസ് ബാവ മലങ്കരയിലേക്ക് വരാൻ തയ്യാറാകുകയാണ്. അന്ന് യാത്രാനുമതി വേണം. തുർക്കി സുൽത്താനെ പോയി കണ്ടു. ആദ്യത്തെ കടമ്പ തുർക്കി സുൽത്താനിൽ നിന്ന് യാത്രാനുമതി സമ്പാദിക്കുക എന്നുള്ള ഒബ്റ്റൈൻഡ് എ പെർമിഷൻ ഫ്രം സുൽത്താൻ ഓഫ് തുർക്കി. അപ്പൊ ഈ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട്. ഇന്നത്തെ പോലെ വിസായോ ചട്ടങ്ങളോ അല്ല. അന്ന് സുൽത്താന്റെ പെർമിഷൻ വേണം രാജ്യം വിട്ടുപോകാൻ, പിന്നെ തിരിച്ചു ചെല്ലണ്ടേ. അങ്ങനെ സുൽത്താന്റെ പെർമിഷൻ മേടിച്ചുകൊണ്ട് മലങ്കരയിലോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഈ പത്രോസ് പാത്രിക്കീസ് ബാവയ്ക്ക് അറിയാം. കാരണം ഞാൻ പാത്രിക്കീസ് ആടാ എന്നൊന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന് അദ്ദേഹം ചെയ്തത് ആദ്യം ഇംഗ്ലണ്ടിൽ പോയി ക്ലേശകരവും ദീർഘവുമായ യാത്ര ജെറുസലേം പാത്രിക്കീസിനെ കൂട്ടിക്കൊണ്ട് പത്രോസ് തൃതീയ പാത്രിക്കീസ് ബാവ ഇംഗ്ലണ്ടിൽ പോയി അവിടെ രാജ്ഞിയെ മുഖം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 5 മാസം ആ പ്രതികൂല കാലാവസ്ഥയിൽ കാത്തു കിടന്നിട്ട് രാജ്ഞിയെ മുഖം കാണിച്ചു. രാജ്ഞി രണ്ടാമതും ഓരോ ഓഡിയൻസും കൂടെ കൊടുത്തു. അന്ന് രാജ്ഞി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. പിന്നീട് രാജ്ഞിയുടെ കയ്യിൽ നിന്ന് ഒരു കൽപ്പനയും വാങ്ങി, 2 കൽപ്പനകൾ. ഒന്ന് മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ ബ്രിട്ടീഷ് ഗവൺമെന്റും രാജകുടുംബവും കൊടുത്തിട്ടുള്ള കൽപ്പന റദ്ദ് ചെയ്യണം എന്നും പത്രോസ് പാത്രിക്കീസ് ബാവയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണമെന്നുള്ള 2 കത്തുകളുമായി പത്രോസ് പാത്രിക്കീസ് ബാവ കേരളത്തിൽ വന്നു. വർഗീസ് അച്ഛൻ എന്താ ഈ സത്യങ്ങൾ പറയാത്തത്? പത്രോസ് പാത്രിക്കീസ് ബാവ അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കട്ടു തിന്നാനും കൈയിട്ട് വാരാനും ഈ പള്ളികൾ അവശേഷിക്കുമായിരുന്നോ? സത്യസന്ധമായ ഉത്തരം വർഗീസ് അച്ഛൻ പറയണം. സത്യസന്ധമായ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. നുണയും തട്ടിപ്പും മേമ്പൊടിയും ഒന്നും വേണ്ട, അതൊക്കെ നിർത്തിയേക്കെ. ചരിത്രമല്ലേ നമ്മൾ വായിക്കുന്നത്? ചരിത്രത്തിന്റെ പുനർവായനയാകാം. ചരിത്രം പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്,
പത്രോസ് പാത്രിക്കീസ് ബാവ അങ്ങനെ ഒരു സാഹസിക യാത്രയ്ക്ക് തയ്യാറായില്ലായിരുന്നെങ്കിൽ മലങ്കരയിൽ നിങ്ങൾക്ക് വഴക്ക് പിടിക്കാനും വീതം വെക്കാനും കൈയിട്ട് വാരാനും ഈ അല്ലെ പങ്ങടപ്പള്ളിയൊക്കെ വെച്ചപ്പം മറീസോറീസൻ അച്ഛനായിരുന്നല്ലോ അതിന്റെ ചുമതല, പങ്ങടപ്പള്ളി പണിതൊക്കെ. പങ്ങടപ്പള്ളി ഇടവക്കാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അച്ഛാ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊന്നും എന്റെ ഒരു മര്യാദ അല്ലാത്തതുകൊണ്ടാവുന്നു ഞാൻ പറയാത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ പള്ളി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് അവശേഷിച്ചത് പത്രോസ് പാത്രിക്കീസ് ബാവ ത്യാഗപൂർവ്വമായി ഇംഗ്ലണ്ടിൽ പോയി അവിടെ കിടന്നോണ്ടല്ലേ, ആ കത്ത് വാങ്ങിക്കൊണ്ട് വന്നോണ്ടല്ലേ. അങ്ങനെ വന്നിട്ടല്ലേ മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ കയ്യിൽ നിന്ന് മലങ്കര സഭയെ ഒരു പരുന്തിന്റെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്ന അത്ര ശ്രമകരമായിട്ട്, അല്ലെങ്കിൽ ആനയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് തിരിച്ചു വലിച്ചെടുക്കുന്ന പോലെ, ആനയുടെ കരിമ്പ് കൊടുത്താൽ തിരിച്ചു കിട്ടുമോ, അതുപോലെ ആനയുടെ കൈപ്പെട്ട കരിമ്പ് വലിച്ചെടുക്കുന്ന പോലെ ശ്രമകരമായി മലങ്കര സഭയെ വൈദേശികവൽക്കരണം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ വൽക്കരണത്തിൽ നിന്ന് പത്രോസ് പാത്രിക്കീസ് ബാവ അല്ലേ രക്ഷിച്ചേ, അദ്ദേഹത്തിന്റെ എഫോർട്ട് അല്ലേ. അതിനുശേഷം മലങ്കര സഭയ്ക്ക് ഒരു സുഭദ്രമായ സുശക്തമായ അടിത്തറയും രൂപവും നൽകുവാൻ വേണ്ടിയല്ലേ മുളന്തുരുത്തി സുന്നോദോസ് വിളിച്ചത്. ആ മുളന്തുരുത്തി സുന്നോദോസിനെ അല്ലേ അച്ഛൻ ഇപ്പൊ ആക്ഷേപിച്ച് സംസാരിച്ചത്. ഇത് ചരിത്രത്തെ ഉടുമുണ്ടുരിഞ്ഞ് കാണിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്രഗതിയിൽ പൃഷ്ഠം തിരിഞ്ഞു നിൽക്കുന്ന അത്ര ബോഷത്വമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അവിവേകമായി പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടല്ലോ, ആ സമയത്ത് ഈ നീചൻ, ചതിയൻ, ഈ വഞ്ചകൻ അവിടെ നിപ്പുണ്ട്. വില്യം ഷേക്സ്പിയറിന്റെ കഥയിലെ ഇയാഗോയുടെ റോളാണ് വട്ടശ്ശേരിക്ക് മലങ്കര സഭാ ചരിത്രത്തിൽ ഉള്ളത്. 876 മുളന്തുരുത്തി സുന്നകദോസിൽ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ ബോധപൂർവം മലങ്കര സഭയിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കണമെങ്കിൽ മറ്റാരെക്കായാലും പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയ്ക്ക് അറിയാം മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ കീഴിലല്ല എന്ന്. ഇതിനൊക്കെ എന്നതാ മറുപടി പറയുന്നത്? എന്റെ അച്ഛ, മലങ്കര സഭ അന്നുണ്ടോ? മലങ്കര സഭ മുഴുവൻ മാത്യൂസ് മാർ അത്തനേഷ്യസിന്റേതാണെന്നുള്ള രാജവിളംബരം അത്തനേഷ്യസിന്റെ കയ്യിലിരിക്കുമ്പോൾ തന്റെ എഫോർട്ട് കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ടും ആ വിളംബരത്തെ ക്യാൻസൽ ചെയ്ത് പത്രോസ് പാത്രിക്കീസ് അല്ലേ വീണ്ടും മലങ്കര സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ 1599 മുളന്തുരുത്തി ഉദയംപേരൂർ സുന്നതദോസ് കഴിഞ്ഞപ്പോ 54 വർഷത്തേക്ക് മലങ്കര സഭ, നിങ്ങൾ ഈ പറഞ്ഞ IOC എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഈ നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അവരെവിടെയായിരുന്നു 54 വർഷം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിങ്ങൾ 54 വർഷത്തെ 34 എന്ന് നിലവിളിക്കുന്ന 54 പറ എവിടെയായിരുന്നു? അന്ന് ജെറുസലേം പാത്രിക്കീസ് അബ്ദുൽ ജലീൽ ബാവ വന്നിട്ടാണ് ഈ മലങ്കര സഭയെ മോചിപ്പിച്ചത്. രണ്ടാമത് വീണ്ടും ആംഗ്ലിക്കന്മാർ വന്ന് പിടിച്ചപ്പോ പത്രോസ് പാത്രിക്കീസ് ബാവ വന്ന് മോചിപ്പിക്കുമ്പോൾ ഇനിയും ഇത് ആവർത്തിക്കരുത്. ഈ സഭകൾ, ഈ പള്ളികൾ സത്യവിശ്വാസത്തിൽ നിലനിൽക്കണം. മലങ്കരയിലെ ആളുകളുടെ ഈ സൂക്കേട് മുഴുവൻ ഭൗതിക സ്വത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് പള്ളിപിടുത്തവും സ്കൂൾ പിടുത്തവും ഒക്കെ ഇവമാർ നടത്തുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ അന്ത്യോക്യ സിംഹാസനത്തിലുള്ള വിശ്വാസത്തിൽ എഴുതി വെച്ചാൽ പിന്നെ ഒരു തലവേദനയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് നിലവിളിക്കുമ്പോഴെല്ലാം അവിടുന്ന് ലൈറ്റ് ഇട്ട് ആംബുലൻസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉടമ്പടി എഴുതി വെക്കാൻ പത്രോസ് പാത്രിക്കീസ് ബാവ പറഞ്ഞത്. അല്ല, പത്രോസ് പാത്രിക്കീസ് ബാവ ഇവിടുന്ന് 5 സെന്റ് സ്ഥലം വിറ്റ് ആ കാശുമായിട്ട് പോയോ? ഇവിടുന്ന് എന്തെങ്കിലും വലിച്ചോണ്ട് പോയോ? ഒന്നും വലിച്ചോണ്ട് പോയില്ല. ഒരേ വിശ്വാസത്തിൽ ഈ സഭകൾ പിന്നെയും നിലവിളിക്കുന്ന അങ്ങോട്ടല്ലേ. ഇനി നാളെ വേറൊരു മെത്രാൻ എഴുന്നേറ്റ് വന്ന് ഇത് വലിച്ചോണ്ട് പോകരുത്. അതിനുവേണ്ടിയാണ് പത്രോസ് പാത്രിക്കീസ് ബാവ എഴുതി വെക്കാൻ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞത്. അന്ന് പത്രോസ് പാത്രിക്കീസ് ബാവ പറഞ്ഞ അതേ കാര്യമല്ല പിന്നെ നിങ്ങൾ അനുവർത്തിച്ചത്. മലങ്കര മെത്രാപ്പൊലീത്തയുടെ പേരിൽ ഇതെല്ലാം എഴുതി വെപ്പിച്ചത് നിങ്ങൾ ആ കാര്യമല്ല ചെയ്തത്. അതെങ്ങനെ ജസ്റ്റിഫയബിൾ ആകുന്നേ? അന്ന് വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടിയല്ല അദ്ദേഹം പറഞ്ഞല്ല, ഭൗതിക സ്വത്ത് തട്ടിയെടുക്കാനാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത്? ഇടവകളുടെ സ്വയംഭരണാവകാശത്തിൽ കൈകടത്തല്ലേ? അതല്ലേ നെടുമാവ് പള്ളിക്കാർ കടന്ന് നിലവിളിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? നെടുമാവ് പള്ളിക്കാരുടെ നിലവിളി യൂട്യൂബിൽ കണ്ടല്ലോ. വലിയ കരച്ചിലാണല്ലോ. നിങ്ങളുടെ 34 ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്നവരല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? നിങ്ങൾ കിരാതമായ ഒരു പണം തട്ടിപ്പ് സംഘം, അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ മന്നാർകുടി സഖ്യം, തിരുട്ട് സംഘം, അതിനപ്പുറത്ത് ഒന്നുമില്ല. അതിനപ്പുറത്ത് ഒരു ഡെക്കറേഷനും ആവശ്യമില്ല. പരിശുദ്ധനായ പത്രോസ് പാത്രിക്കീസ് ബാവയുടെ നാമം അധരത്തിലെടുക്കാനുള്ള യോഗ്യത നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കുമില്ല. ഇത്ര ത്യാഗപൂർവമായ ഒരു കാര്യത്തിന് നിങ്ങൾ തയ്യാറാവോ? നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുന്നു. ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ള ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ വീട്ടിൽ പോയി കഴിക്കാനോ ഹോട്ടലിൽ പോയി കിടക്കാനോ അവിടെ കുത്തിമറിയാനും മേളങ്കിക്കാനും ഒക്കെ മോറ തെറ്റാതെ വിദേശയാത്ര നടത്തുന്നുണ്ട്. വിദേശയാത്രയുടെയൊക്കെ വിശദാംശങ്ങളും അതിന്റെ എല്ലാം ഡീറ്റെയിൽസും ഒക്കെ പല ആളുകളും എനിക്ക് തരാറുണ്ട്. എന്റെ മിഷൻ അതല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊന്നും അല്ല എന്റെ കാര്യം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത്ര ത്യാഗപരമായിട്ട് ഈ മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പുണ്യ പിതാവിനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ആക്ഷേപം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്രോസ് പറഞ്ഞത്, ഏത് പത്രോസ് പറഞ്ഞത്? അദ്ദേഹത്തിന് എന്താ ആവശ്യമായിരുന്നു പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് ഇവന്റെയൊക്കെ പള്ളി സംരക്ഷിക്കാൻ? ദൈവത്താൽ നൽകപ്പെട്ട ഒരു നിയോഗം എന്ന കരുതി അവർ വന്നു, വളരെ ത്യാഗപൂർവ്വം. എന്നിട്ട് മലങ്കര വന്ന് 2 വർഷം താമസിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചത്. ചെറിയ കാര്യമാണോ? 6 മാസം ഇംഗ്ലണ്ടിലും 2 വർഷം മലങ്കരയിലും 2.5 വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഇവിടുന്ന് എന്നാ കൊണ്ടുപോയി പറഞ്ഞു? 2.5 വർഷം ഒരു പാത്രിക പദവിയിൽ ഇരിക്കുന്ന ആള് മലങ്കര സഭയെ രക്ഷിച്ച് അതിന്റെ തനിമയിലും സ്വത്വത്തിലും നിലനിർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിലെ 2.5 വർഷം ചെലവഴിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പാത്രിക കേരളത്തിൽ വന്നു. 10-16 ദിവസം ഒരു പര്യടനമൊക്കെ നടത്തി അദ്ദേഹം പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 2.5 വർഷം.
അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാർത്താവിനിമയോ ഉപാധികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദീർഘമായി 2.5 വർഷം തന്റെ ലൈഫിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് മലങ്കര സഭ ഉണ്ടാക്കിയിട്ടുള്ളത്. ആധുനിക മലങ്കര സഭയുടെ ശില്പി എന്ന് ഒരു പേര് കൊടുക്കാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ അത് ഈ വട്ടശ്ശേരിക്കും ഈ പൂക്കണ്ണനും ഒന്നും അല്ല കൊടുക്കുന്നത്, കൃത്യമായി പത്രോസ് പാത്രിക്കീസുമായൊക്കെ കൊടുക്കണം. ചരിത്രം ചാർത്തി കൊടുക്കുന്ന അദ്ദേഹത്തിനായിരിക്കും. ഇതാണ് ചരിത്ര വസ്തുത. ഈ ചരിത്ര വസ്തുതയെ തമസ്കരിച്ചുകൊണ്ട് അങ്ങേയറ്റം ആക്ഷേപകരമായ നടപടിയാണ് അച്ഛന്റെ ഈ പ്രസ്താവന കേട്ടോ. അച്ഛൻ പറയുന്നത് പച്ചപ്പുല്ലിന് തീ പിടിക്കുന്ന നുണയാണ്. അത് അച്ഛന്റെ ശരീരഭാഷ എന്നറിയാം. നുണ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കാണുന്നുണ്ട്. പെടലിൽ തിരിക്കുന്നൊക്കെ അതാണ്. കോടാംഗി ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ട്. മലങ്കര സഭയ്ക്കുള്ള ബന്ധം പേർഷ്യൻ സഭയുമായിട്ടുള്ളതാണെന്ന് വ്യക്തമായി അറിയാവുന്നത് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവായിക്കായിരുന്നു. അതുകൊണ്ടാണ് 1665 വന്ന അബ്ദുൽ ജലീലിന്റെയും പിന്നീട് വന്ന ശക്രള്ള ബാവായുടെയും അതിനുശേഷം വന്ന മോർ ഇവാനിയോസിന്റെയും അവരുടെ പോലും ഐഡന്റിറ്റി പത്രോസ് തൃതീയൻ പാത്രിക്കീസ് അംഗീകരിച്ചില്ല. കുറുപ്പമ്പടി പള്ളിയിൽ ചെന്ന് താമസിച്ചപ്പോഴും കോതമംഗലം പള്ളിക്കാർ ക്ഷണിക്കാതിരുന്നതിന്റെ കാരണം കോതമംഗലത്ത് വന്നാൽ അവിടുത്തെ കബറ് എൽദോ ബാബയുടെ കബർ പൊളിച്ചു മാറ്റുവാനേ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ പറയത്തുള്ളൂ. ഇതാണ് IOC-കാരുടെ നുണ. നിങ്ങൾ കേട്ടല്ലോ. കോതമംഗലത്തെ ബാവ എവിടുന്ന് വന്നെന്നാ അച്ഛനീ പറയുന്നത്. പാത്രിക്കീസ് ബാവയുടെ അധികാര കൽപ്പനയുമായിട്ടാണ് കോതമംഗലത്തെ ബാവ വന്നിട്ടുള്ളത്. ഈ നുണ പറഞ്ഞു വരുത്തിട്ട് ഇപ്പൊ ആ കൽപ്പന എല്ലാം പുറത്തു വന്നു. ഇപ്പൊ ആകെപ്പാടെ മിണ്ടാട്ടില്ല, ചമ്മി നാണം കെട്ട് നിൽക്കുക കോതമംഗലത്തെ ബാവ. അപ്പൊ പേർഷ്യൻ സഭയുമായിട്ടാണ് മലങ്കര സഭയുടെ ബന്ധം. കൊള്ളാം, അച്ഛന്റെ ചരിത്രബോധം കൊള്ളാം. അങ്ങനെയാണ് പേർഷ്യയിൽ ഏത് സഭയുമായിട്ടാണ്. ഏതായാലും ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചരിത്രം പഠിക്കാനിരിക്കുക, നമ്മളും പഠിക്കാനിരിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം അച്ഛാ. നമുക്കൊരു കമ്പൈൻഡ് ക്ലാസ് വെക്കാം, എന്നിട്ട് ചരിത്രം പഠിക്കാം. ഏത് സഭയിലാണ് പേർഷ്യയിലെ ഏത് സഭയുമായിട്ടായിരുന്നു ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ബന്ധം? ഇവിടെ ഉണ്ടായിരുന്ന പൂർവിക സഭ യാക്കോബായ സഭയ്ക്ക് എല്ലാ കാലത്തും അന്ത്യോക്യ സിംഹാസനമായിട്ടായിരുന്നു ബന്ധം. അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് വരുന്ന സ്ഥാനികളാണ് മലങ്കരയിൽ വന്നുകൊണ്ടിരുന്നത്. അന്ത്യോക്യ സിംഹാസനത്തിന് തിഗ്രീസിൽ ഒരു കാതോലിക്കേറ്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അറിവ്, ഇതാണ് ഞങ്ങളുടെ ബോധ്യം. കാരണം ഞങ്ങൾക്ക് ഒരു തന്തയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഒരു വിശ്വാസമേ ഉള്ളൂ. നിങ്ങൾക്ക് പല ബന്ധങ്ങളാണല്ലോ അച്ഛാ. ഇത് എവിടുന്നൊക്കെയാണ്? പേർഷ്യ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പേർഷ്യയിലെ ആരാണ്? ഏത് സഭയാണ്? പറയൂ. പേർഷ്യയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് തിഗ്രീസ്, അത് അന്ത്യോക്യ പാത്രിക്കീസിന്റെ കീഴിലുള്ള കാതോലിക്കേറ്റാണ്, അല്ലെ മഫ്രിയാനേറ്റാണ്. പിന്നെയുള്ള ഒന്ന് സെലൂക്യനാണ്. അത് 5-ാം നൂറ്റാണ്ടിൽ 490 ഒക്കെ ആകുമ്പോൾ അത് നെസ്തോറിയൻ സഭയുടേതായി മാറി. അത് ബാർബോവ എന്ന് പറയുന്ന കാതോലിക്കയെ ബാർസൗമ എന്ന കാതോലിക്ക ചതിച്ചു കൊല്ലുകയാണ്. രാജാവിനെ കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിപ്പിക്കപ്പെട്ട് ആ രക്തക്കറിയോടുകൂടെ ബാർസൗമ അവിടെ അധികാരത്തിൽ കയറി. അങ്ങനെ ചോര പുരണ്ട ഒരു സിംഹാസനമാണ്. ഈ നെസ്തോറിയൻ പാഷണ്ഡത കൂടാതെ ഒരു കാതോലിക്കായി കൊന്നതിന്റെ ചോരക്കറയും കൂടെ ഉള്ള ഒരു സിംഹാസനമാണ് സെലൂക്യൻ സിംഹാസനം. ഈ സെലൂക്യൻ സിംഹാസനവും ചുമന്നുകൊണ്ടാണ് അബ്ദുൽ മശീഹ പാത്രിക്കീസ് വന്നെന്നാണ് ഇവരിപ്പോ പറയുന്നത്. ഈ സെലൂക്യയിലെ സിംഹാസനവും അബ്ദുൽ മശീഹായുമായിട്ട് സ്ഥാനം നഷ്ടപ്പെട്ട അന്ത്യോക്യൻ പാത്രിക്കീസായ അബ്ദുൽ മശീഹായ്ക്ക് സെലൂക്യൻ സിംഹാസനമായിട്ട് എന്താ ബന്ധം? ഇനി വർഗീസ് അച്ഛൻ പറയുമ്പോൾ ഇനി വിശദമായിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. അടുത്ത സെഷനിൽ അച്ഛൻ പറയുമ്പോൾ പറയണം പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കുറച്ച് വല്ല മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റും. പേർഷ്യ എന്ന് ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങൾ പേർഷ്യയിൽ ഏത് സഭയാന്ന് പറ, നിങ്ങൾ ആരുമായിട്ടായിരുന്നു ബന്ധം? അപ്പൊ നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച സാധനം എല്ലാം ഞങ്ങൾ എടുത്തു വെക്കും. അതൊക്കെ നിങ്ങളെ നോക്കി പല്ലിളിക്കും. നിങ്ങൾ പറയണേ പറയൂ, ഏത് സഭയുമായിട്ടായിരുന്നു നിങ്ങൾക്ക് ബന്ധം? പേർഷ്യയിലെ പേർഷ്യൻ ബന്ധം എന്ന് എന്ത് ബന്ധമാണ്? ഇതൊക്കെ ചുമ്മാ വിവരമില്ലാത്തവരെ പറ്റിക്കാന്നുള്ളതല്ല അച്ഛാ. മലങ്കര സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലുള്ള സഭയാണ്. അത് അവിതർക്കിത സംഗതിയാണ്. ആ സഭയുടെ പ്രാർത്ഥനയും ആ സഭയുടെ കൂദാശയും ആ സഭയുടെ വേഷവിധാനങ്ങളും ആ സഭയിലെ ലിറ്റർജിക്കൽ റൂബ്രിക്സും ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. യാതൊരു സംശയവും. ഈ നോമ്പിന്റെ ക്രമമാണെങ്കിൽ ഇനി അടുത്തത് തള്ളുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടാക്കി വട്ടശ്ശേരിയാണ്. അടുത്ത എപ്പിസോഡിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ആരാധന ക്രമം ഉണ്ടാക്കിയത് വട്ടശ്ശേരിയാണ്. കൂദാശകൾ ഉണ്ടാക്കിയത് കണ്ടുപിടിച്ചു തന്നെ വട്ടശ്ശേരിയാണ്. തമാശ അല്ലട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്. കൊള്ളാം, ഭയങ്കരം തന്നെ. കാരണം ശക്തമായ അന്ത്യോക്യവൽക്കരണം അതായിരുന്നു പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയുടെ ആഗ്രഹവും കാഴ്ചപ്പാടും. അതിനുവേണ്ടി അദ്ദേഹം മെത്രാപ്പൊലിത്തന്മാരിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കുകയും പള്ളികളിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കുകയും ചെയ്തു. ശരി അച്ഛാ, ഈ ശക്തമായ അന്ത്യോക്യവൽക്കരണം ഈ പത്രോസ് പാത്രിക്കീസ് ബാവ നടത്തി എന്ന് പറഞ്ഞ് അച്ഛൻ ഈ കടന്ന് ഈ ബഹളം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അന്ത്യോക്യവൽക്കരണത്തിന്റെ അടയാളപ്പെടുത്തലുകളെ ഉരിഞ്ഞു മാറ്റിയല്ല വട്ടശ്ശേരി ആദ്യം ചെയ്യേണ്ടത്. അയാൾ അത്ര വലിയൊരു ധീരനും ഒരു ശൂരനും ഒരു മാന്യനും ഒരു പോരാളിയും ഒക്കെ ആണെങ്കിൽ അദ്ദേഹം എന്തേ അത് മാറ്റിയില്ല? ഇനി പോട്ടെ, അവരൊക്കെ പോയി ഇപ്പൊ അച്ഛൻ ധീരനാണല്ലോ, അച്ഛൻ അത് മാറ്റാൻ മേലെ. അന്ത്യോക്യവൽക്കരണത്തിന്റെ അപമാനകരമായ അടയാളപ്പെടുത്തലുകളെ ഈ വർഷമെങ്കിലും ഉരിഞ്ഞു മാറ്റ്. പിന്നെ ആ വേഷവും ഇട്ടുകൊണ്ട് ആ അന്ത്യോക്യവൽക്കരണത്തിന്റെ അപമാനകരമായ കാര്യങ്ങളെ പറ്റി പറയുന്നത് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികളെ അപമാനിക്കുകയാണ്. കാരണം നിങ്ങൾ വിശ്വാസികളുടെ മകനേ, എന്റെ മകനേ, നമ്മുടെ ഒരു ക്രൂരം വന്നടാ. ഓ അത് ശരി, ക്രൂരം വന്നതിന്റെ അമ്മയെ റേപ്പ് ചെയ്തിട്ട് പോയടാ, അങ്ങനെയാടാ നീ ഉണ്ടായേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും?
നീ ഉണ്ടായിപ്പോ ഇട എന്ന് പറഞ്ഞാൽ അയാളല്ലേ നിന്റെ തന്ത. ഇതല്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞ. എന്തിനാ ഇത്രയും കിടന്ന് നിലവിളിക്കുന്നേ? ക്രൂരമായിട്ട് എന്റെ അമ്മ ബലാത്സംഗത്തിനിരയായി അങ്ങനെ ഞാൻ ജനിച്ചു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കട്ടെ.